ഡോട്ട് ഇൻ ഡിജിറ്റൽ അക്കാഡമി വളരെ ചെറിയൊരു സ്പേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഡ്രീമോട് കൂടെ നല്ല ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ കൂടെ ഒരു ചെറിയ സ്പേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഇവോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി എത്തുന്നത്. ഓരോ സ്റ്റേജസിലും പുതിയ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് ഹാപ്പിനെസ്സോട് കൂടി ഒരുപാട് എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിഗ്രി കൂടുതലായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ആക്ച്വലി ഡ്രീം 10 എന്നുള്ളത്. സോ ഈ ഒരു പ്രോജക്റ്റ് ഇവിടുന്ന് നമ്മുടെ എല്ലാ സ്റ്റുഡൻസും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി ഈ പ്രോജക്റ്റിലേക്ക് നിങ്ങൾ ഇന്നാവാനായിട്ട് പോകണം, ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സോ എന്താണ് ആക്ച്വലി ഡ്രീം 10 എന്നുള്ളത്? 10 ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യും, ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള മേ ബി ഓൺട്രപ്രനേഴ്സ്, അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റേഴ്സ്, അല്ലെങ്കിൽ SEO സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഈ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 10 അടിപൊളിയായിട്ടുള്ള ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, നിങ്ങൾ മീറ്റ് ചെയ്യുന്നു, നിങ്ങൾ അവരോട് സംസാരിക്കുന്നു. ആൻഡ് അതിനെക്കുറിച്ച് നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി ഡ്രീം 10 എന്നുള്ള പ്രോജക്റ്റ്. നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കംപ്ലീറ്റ് പ്രോജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ 10 പേരെ നിങ്ങൾ മീറ്റ് ചെയ്യണം, നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. സോ മേക്ക് ഷുവർ നിങ്ങളിത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അത് എങ്ങനെ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റെപ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ത്രൂ ഡിസ്കസ് ചെയ്യണത്. ആദ്യം നമുക്ക് എന്താണ് ഡ്രീം 10 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയുള്ള നിങ്ങളുടെ ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മേജർലി 3 ബെനിഫിറ്റ്സിലൂടെയാണ് നിങ്ങൾ പോവുക. നമ്പർ 1, നെറ്റ്വർക്ക്. നമുക്കറിയാം നമ്മുടെ നെറ്റ്വർക്കാണ് നമ്മളുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള നമുക്കറിയുന്ന ആവറേജ് 5 പേരുടെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നമ്മുടെ അറിയുന്ന 5 പേരുടെ ആവറേജ് ആയിരിക്കും നമ്മൾ ആക്ച്വലി എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ തിയറിയാണ്. സോ നമ്മളെ നെറ്റ്വർക്കിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നെറ്റ്വർക്കിങ്ങിന് പുതിയ ആളുകളെ പരിചയപ്പെട്ട് അവരോട് സംസാരിച്ച് അവരുടെ തോട്ട്സ് മനസ്സിലാക്കി ആ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതിൽ നിങ്ങൾ ആക്ച്വലി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോജക്റ്റ് ആയിരിക്കും ഡ്രീം 10 എന്നുള്ളത്. സെക്കൻഡ്, നിങ്ങളുടെ ലേണിംഗ് കർവ് ഒരുപാട് ഇമ്പ്രൂവ് ആവും. ദാറ്റ് ഈസ് നമ്മൾ മുമ്പോട്ടേക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കേണ്ട ആൾക്കാരാണെന്നാണ് നമ്മൾ ഓൾവേസ് പറയണത്. സോ നെറ്റ്വർക്ക് ചെയ്യുന്ന സമയത്ത്, പുതിയ ആളുകളെ കാണുന്ന സമയത്ത്, അവരുടെ തോട്ട്സ് കിട്ടുന്ന സമയത്ത്, അവരുടെ എക്സ്പീരിയൻസസ് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ലേണിംഗ് കർവ് ഓൾവേസ് മുകളിലേക്ക് പോകാനായിട്ട് അത് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. ഡ്രീം 10 എന്നുള്ള പ്രോജക്റ്റ് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും. ആൻഡ് തേർഡ്, കോണ്ടന്റ് ക്രിയേഷൻ സ്കിൽ സെറ്റ്സും, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ / പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള സ്കിൽ സെറ്റ് നിങ്ങളിലേക്ക് ഇൻജെക്ട് ചെയ്യാനും കൂടിയാണ് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് നിങ്ങൾ കുറച്ച് ആളുകളെ മീറ്റ് ചെയ്യുന്നു, അവരെക്കുറിച്ച് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് നിങ്ങളുടെ ആ ഒരു ജേർണീനെ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നു. ഇതുവഴി നിങ്ങളെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവാൻ, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു എൻറ്റയർ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആളുകളുമായിട്ടും നിങ്ങൾ മാറുന്ന ഒരു സിറ്റുവേഷനും. സോ മേജർലി ഈ 3 ബെനിഫിറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഡ്രീം 10 എന്നുള്ള പ്രോജക്റ്റ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി സ്റ്റുഡൻസിന് ബെനിഫിഷ്യൽ ആകുന്ന ഒരു പ്രൊജക്റ്റാണ് ഇത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നൗ ഞാനൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയാം. ദാറ്റ് ഈസ് സർഫേസ് ഏരിയ കോൺസെപ്റ്റ്. നിങ്ങളുടെ പേര് നിങ്ങൾക്ക് എന്തായാലും അറിയാലോ, എൻ്റെ പേര് ഷാദ്. സോ നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു 10 ആളുകളെ, നിങ്ങളെ കംപ്ലീറ്റ്ലി അറിയുന്ന ഒരു 10 ആളുകളെ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ എന്നെ അറിയാം, എൻ്റെ വീട്ടുകാർക്ക് എന്നെ നല്ല രീതിയിൽ അറിയാം, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള കുറച്ച് പേർക്ക് അറിയാം, എന്നെ മേ ബി മുമ്പ് പഠിപ്പിച്ചുള്ള ടീച്ചേഴ്സിനെ അറിയാം. ഇങ്ങനെ കുറച്ച് പേർക്ക് ഞാൻ ആരാണ്, ഞാൻ എന്താണ് പഠിക്കണത്, എന്താണ് ചെയ്യണത്, എൻ്റെ ക്യാരക്ടർ എന്താണ്, എനിക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്നെക്കുറിച്ച് ഈ പറഞ്ഞ 10 പേർക്ക് അറിയാം എന്നുള്ളതാണ്. ഈ 10 പേരുടെ ഇടയിൽ ഷാദ് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ, ഈ 10 പേരുടെ ഇടയിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുണ്ട്, അയാൾക്കൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആൾ ആരെ കണക്ട് ചെയ്യും? അഫ്കോഴ്സ് ഈ 10 പേരുടെ ഇടയിൽ ഞാൻ ഉള്ളതുകൊണ്ട് തന്നെ, ഞാനൊരു മാർക്കറ്റർ ആയതുകൊണ്ട് തന്നെ അവരെന്നെ കണക്ട് ചെയ്യും. ഈ 10 പേരാണ് നമ്മുടെ ആക്ച്വൽ സർഫേസ് ഏരിയ എന്ന് പറയുന്നത്. സോ നമ്മുടെ സർഫേസ് ഏരിയയുടെ ഉള്ളിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഈ ഒരു 10 പേർക്ക് നമ്മളറിയാം, അതിനിടയിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഒരു റിക്വയർമെൻറ്റ് വന്നു, അത് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് നമ്മുടെ സർഫേസ് ഏരിയൻ്റെ ഉള്ളിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ട സമയത്ത് അത് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. സോ ഈ സർഫേസ് ഏരിയ എപ്പോഴും നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിലും
അതല്ലേ ആക്ച്വലി കോണ്ടന്റ് ക്രിയേഷൻ വഴി നടക്കുന്നത്, പേഴ്സണൽ ബ്രാൻഡിങ് വഴി നടക്കുന്നത്, നിങ്ങളിപ്പോൾ 10 പേരെ മീറ്റ് ചെയ്ത് നെറ്റ്വർക്ക് ചെയ്യുന്ന സമയത്ത് നടക്കുന്നത്. നിങ്ങൾ കൂടുതൽ ആളുകളെ മീറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ സർഫേസ് ഏരിയ കൂട്ടുന്നു. ഈ സർഫേസ് ഏരിയ ഒരു ക്വാളിറ്റി സർഫേസ് ഏരിയയും കൂടി ആവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻഡസ്ട്രി, നിങ്ങളുടെ കരിയർ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സർഫേസ് ഏരിയ കൂടി ആവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇനി നമ്മൾ മുമ്പോട്ടേക്ക് ചെയ്യാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ ഡ്രീം 10 പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു കോർ ഒബ്ജക്റ്റീവ് ആയിരിക്കണം നിങ്ങൾ സർഫേസ് ഏരിയ കൂട്ടുക എന്നുള്ളത്, ക്വാളിറ്റി സർഫേസ് ഏരിയ ഉണ്ടായിരിക്കുക എന്നുള്ളത്, നിങ്ങളുടെ കരിയറിന് ആപ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സർഫേസ് ഏരിയ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത്. നൗ നമുക്ക് ഡ്രീം 10 എന്നുള്ള പ്രോജക്റ്റിലേക്ക് വരാം. ബട്ട് ബിഫോർ നിങ്ങൾ ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കണം മേജർലി 3 കാര്യങ്ങളെക്കുറിച്ച്. നമ്പർ 1, നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് എത്രത്തോളം ഉണ്ട്. എന്താ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് സ്കിൽസ് ആണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന മാർക്കറ്റിംഗ് ആയാലും, അല്ലെങ്കിൽ ഒരാൾ അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരാൾ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. എന്താ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് സ്കില്ലാണ്. നമ്മൾ പബ്ലിക്ലി സ്പീക്ക് ചെയ്യുന്ന ഒരാളാണ്, പബ്ലിക് സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു സോഫ്റ്റ് സ്കില്ലാണ്. നമ്മളെ സമയത്ത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു സോഫ്റ്റ് സ്കിൽസ് ആണ്, അല്ലെങ്കിൽ സോഫ്റ്റ് സ്കില്ലാണ്. സോ നമുക്ക് എത്രത്തോളം സോഫ്റ്റ് സ്കില്ല് ഉണ്ട് എന്നുള്ളത് നമ്മൾ അവെയർ ആയിരിക്കണം. ഈ സോഫ്റ്റ് സ്കില്ല് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, അല്ലെങ്കിൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളുമായിരിക്കണം നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ അവെയർ ആയിരിക്കണം. നമ്പർ 2, ഒബ്സഷൻ ആൻഡ് പാഷൻ. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് പഠിക്കുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒബ്സസ്ഡ് ആയിരിക്കണം, നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ആളുകൾക്ക് ഒരു കാര്യത്തിൽ ഒബ്സസ്ഡ് ആൻഡ് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളെ വളരെ ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള ഒരാളെ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആ ഒരു ഒബ്സഷൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, നിങ്ങളുടെ പാഷൻ ടു ദിസ് കരിയർ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, വെറുതെ കാണിക്കല്ല, ആക്ച്വലി ഉള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ്. സോ നിങ്ങളുടെ ആ ഒരു ഒബ്സഷൻ, നിങ്ങളുടെ പാഷൻ ഈ ഒരു ഡൊമെയിനിലേക്ക്, ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യാം. ആൻഡ് തേർഡ്, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് നിങ്ങൾ നടത്തണം. ദാറ്റ് ഈസ് ഒരു ഷോർട്ട് ടേം പെട്ടെന്ന് എന്തൊക്കെയൊക്കെ അച്ചീവ് ചെയ്യുക, പെട്ടെന്ന് എന്തൊക്കെയൊക്കെ ബിൽഡ് ചെയ്യുക എന്നുള്ളതിനേക്കാളും ലോങ് ടേമിലേക്ക് സസ്റ്റൈനബിൾ ആവാനുള്ളൊരു മൂവാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ നിങ്ങൾ ആളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോർ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ലോങ് ടേമിലേക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറുക എന്നുള്ളതാണ്. ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം എല്ലാ കാര്യങ്ങളെയും, ഇത് മാത്രമല്ല ഇനി മുമ്പോട്ടേക്കുള്ള കാര്യങ്ങളെയും നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ആളുകളെ മീറ്റ് ചെയ്യണം, നമുക്ക് ആൾക്കാരെ കണ്ടുപിടിക്കണം. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ പുതിയ ആളുകളെ നമുക്ക് എങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? ലിങ്ക്ഡിൻ ആക്ച്വലി അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ആളുകളെ മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് കേട്ടോ. സോ ലിങ്ക്ഡിൻ ആക്ച്വലി വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ്. ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ളൊരു ബാനർ, അടിപൊളിയായിട്ടുള്ള പ്രൊഫൈൽ പിക്ചർ, അടിപൊളിയായിട്ടുള്ള ഹെഡ്ലൈൻ, അബൌട്ട് എക്സ്പീരിയൻസസ്, ഓർ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ഷെയർ ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിനെ നിങ്ങൾ പ്രോപ്പർലി മാനേജ് ചെയ്യുന്നുണ്ട്, ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്, കൊണ്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് കണക്ട് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ആ ഒരു പാഷൻ, ആ ഒരു ഒബ്സഷൻ അവരോട് പറഞ്ഞുകൊണ്ട്, മേ ബി ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇപ്പോൾ ഷാദ് ആസ് എ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ പ്രോപ്പർലി ഒപ്റ്റിമൈസ് ചെയ്യും. ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി സെറ്റാക്കി എടുക്കും. ആ പ്രൊഫൈൽ സെറ്റാക്കി എടുത്ത് ഞാൻ കുറച്ച് പോസ്റ്റുകളൊക്കെ ലിങ്ക്ഡിനിലിടും. ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഹാർഡ് പ്രോബ്ലമാണ് ഇനീഷ്യലി. ഐ നോ ദാറ്റ്, ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്, ബട്ട് ചെയ്ത് തുടങ്ങുക എന്നുള്ളതേ അതിനൊരു ഓപ്ഷൻ ഉള്ളൂ. സോ കുറച്ച് ലിങ്ക്ഡിനിൽ അടിപൊളിയായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യും. ആൻഡ് എനിക്ക് മീറ്റ് ചെയ്യേണ്ട ആളുകൾക്ക് ഞാൻ കണക്ഷൻ റിക്വസ്റ്റ് ഒക്കെ അയക്കും. കണക്ഷൻ റിക്വസ്റ്റ് അയച്ച്, അല്ലെങ്കിൽ മേ ബി കണക്ഷൻ റിക്വസ്റ്റിൽ നമുക്കൊരു നോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റൂലേ. സോ ഐ ആം സോ എക്സൈറ്റഡ് അബൌട്ട് ദിസ് മാർക്കറ്റിംഗ് ഫീൽഡ് ആൻഡ് ഐ വുഡ് ലവ് an opportunity to meet you in person. എനിക്ക് നിങ്ങളെ കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഞാൻ മാർക്കറ്റിങ്ങിൽ വളരെ ഒബ്സസ്ഡ് ആയിട്ടുള്ള ആളാണ്. സോ ദാറ്റ് എനിക്ക് നിങ്ങളെ മീറ്റ് ചെയ്ത് ഒരു 10 minutes എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് പേർക്കൊക്കെ കണക്ഷൻ റിക്വസ്റ്റ് ഒക്കെ അയച്ച് അവരത് ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവരെനിക്ക് കാണാനായിട്ടുള്ളൊരു ചാൻസ് തരികയാണെന്നുണ്ടെങ്കിൽ അഗൈൻ നമ്മൾ ഡ്രീം 10ൽ വൺ ഓഫ് ദ പാർട്ട് അവിടെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുമല്ലേ. സോ ലിങ്ക്ഡിൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ലിങ്ക്ഡിന് നിങ്ങൾ എക്സ്പ്ലോർ
എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. ആൻഡ് ലിങ്ക്ഡിന് മുകളിൽ നിങ്ങൾ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി നിങ്ങളുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ലിങ്ക്ഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്ക്രീൻസ് ഇവിടെ ആഡ് ചെയ്യാം. നിങ്ങൾക്കൊരു നല്ല ബാനർ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ തരാം കേട്ടോ. ഫ്രണ്ടിലേക്ക് ക്യാമറയിലേക്ക് ഫേസ് ചെയ്യുന്ന നല്ലൊരു പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. നല്ലൊരു ഹെഡ്ലൈൻ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. നല്ലൊരു എബൌട്ട് സെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് ChatGPT ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി റിഫൈൻ ചെയ്യാം. ബട്ട് നിങ്ങളുടെ ഒത്തൻറ്റിക് ഒരു എബൌട്ട് സെക്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് നിങ്ങൾ കുറച്ച് പോസ്റ്റുകളൊക്കെ ലിങ്ക്ഡിൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ. ലിങ്ക്ഡിൻ ആസ് എ പ്രൊഫഷണൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നിങ്ങൾ ലൈവായിട്ടിരിക്കുക എന്നുള്ളത് ആക്ച്വലി ഈ ഒരു ഡ്രീം 10-ലേക്കുള്ള ഈ 10 ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മേജർ കാര്യമായിരിക്കും. സെക്കൻഡ്, കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മീറ്റപ്സ് ഒക്കെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ശരിക്കും കേരളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടിങ്കർ സ്പേസ് ഓർ കേരള PH ഓർ ഇകോം ഷോ പോലുള്ള ടെക് ബേസ്ഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. എനിക്ക് അറിയുന്ന ഡയറക്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർ ഹഡിൽ ഗ്ലോബൽ പോലുള്ള ഇവൻറ്റ്സ് ഉണ്ട്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇവൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഇവൻറ്റ്സിൻ്റെ ഒക്കെ പാർട്ടാകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഹഡിൽ ഗ്ലോബൽ ഇയർലി എപ്പോഴാണ് നടക്കുകയെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഹഡിൽ ഗ്ലോബലിന് പോകാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രോഗ്രാം എപ്പോഴൊക്കെ നടക്കുകയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ്, കമ്മ്യൂണിറ്റിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നിങ്ങൾ ഫോളോ ചെയ്യുക. അവരുടെ ഇവൻറ്റ്സിന് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറച്ച് പേരെ ഈസിലി കണ്ടെത്താൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള മീറ്റപ്സ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല ആളുകളെ കണ്ടെത്താൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾ അവരോട് സംസാരിക്കുക, ഈ ഒരു ഡ്രീം 10-ൻ്റെ പാർട്ടാക്കുക, അവരുമായിട്ട് സംസാരിച്ച ഇൻസൈറ്റ്സ് എടുക്കാനും ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ്, കമ്മ്യൂണിറ്റി മീറ്റപ്സ് എന്നൊക്കെ ഉള്ളത് ഉറപ്പായിട്ടും ഈ ഡ്രീം 10 എന്നുള്ള പ്രോജക്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആളുകളിലേക്ക് എത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും. ആൻഡ് മറ്റൊരു ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഫോളോവേഴ്സൊക്കെ വരുമല്ലോ. അവിടെ നിങ്ങളെ ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ നിങ്ങളെ ഫോളോ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ടല്ലോ. ആ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ അങ്ങോട്ട് പോയി കണക്ട് ചെയ്ത് ഞാൻ ആദ്യം ലിങ്ക്ഡിൽ പറഞ്ഞ പോലുള്ള മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൂടെ. ഐ എം സൂപ്പർ പാഷനേറ്റ് അബൌട്ട് ദിസ് മാർക്കറ്റിംഗ് ഡൊമെയിൻ ആൻഡ് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിക്കണമെന്നുണ്ട് ബിക്കോസ് യു ആർ ഡൂയിങ് സോ ഗുഡ് ഇൻ ദിസ് ഇൻഡസ്ട്രി. സോ ദാറ്റ് നിങ്ങളൊന്ന് മീറ്റ് ചെയ്തൊരു 10 minutes നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ട് ആസ് പാർട്ട് ഓഫ് മേ ബി ഡ്രീം 10 പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആൾക്കാരെ കണക്ട് ചെയ്തുകൂടെ. സോ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അഗെയിൻ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു വലിയ പ്രോബ്ലം ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നും. അവിടെ എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ദ ഓൺലി വേ ടു സ്റ്റാർട്ട് ഈസ് ടു സ്റ്റാർട്ട്. നിങ്ങൾ തുടങ്ങുക എന്നുള്ളതല്ലാതെ ഒരു ഓപ്ഷനും ഇല്ല. ആൻഡ് ഡ്രീം 10-ൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നത് ഒരു റീസണും കൂടി ആയല്ലോ. അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വളരെ വളരെ മിനിമൽ രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മേ ബി ജസ്റ്റ് ഒരു ഫോൺ പിടിക്കുക, അവിടെ നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക, ആ വീഡിയോയിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക, ആ വീഡിയോ നേരെ ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് അതുവഴി ഇൻസ്റ്റഗ്രാമിലേക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആസ് മാർക്കറ്റേഴ്സ് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫൈലും ആയിരിക്കും, അതിലൊരു സംശയമില്ലല്ലോ. സോ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അനദർ വേ ഓഫ് അപ്രോച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രീം 10 എന്നുള്ള പ്രോജക്റ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റിലേക്ക്. നൗ ഞാൻ പറഞ്ഞു നമ്മൾ ആളുകളെ മീറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ വൺ ഓഫ് ദ പ്രോസസ്സാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യലും ആ വീഡിയോ എഡിറ്റ് ചെയ്യലും ആ വീഡിയോ അപ്ലോഡ് ചെയ്യലും അനദർ പ്രോസസ്സാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യും, എങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യും, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ റെസ്റ്റ് കാണുന്നതോടുകൂടി ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ജേർണീനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് വോയിസ് ഓവറാണ്. ദാറ്റ് ഈസ് നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ കുറച്ച് വീഡിയോസ് നിങ്ങൾ എടുക്കുക, നിങ്ങൾ ആളുമായിട്ട് സംസാരിക്കുന്ന വീഡിയോസ് എടുക്കുക, നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് നിങ്ങൾ എടുക്കുക, നിങ്ങൾ ആളെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നതിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് എടുക്കുക. ഇങ്ങനെ ഒരുപാട് വിഷ്വൽസ് നിങ്ങൾ എടുത്തു വെക്കുക. എന്നിട്ട്
മൊബൈൽ എഡിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ വളരെ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ VN എന്നുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. VN ഒരു വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മൊബൈൽ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതിനുള്ളിൽ നമ്മൾ ആക്ച്വലി പ്ലാറ്റ്ഫോമിലേക്ക് കയറി കഴിഞ്ഞാൽ പ്ലസ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അവിടെ ന്യൂ പ്രോജക്റ്റിലേക്ക് പോവുക, എന്നിട്ട് വീഡിയോ ബേസ്ഡ് എന്നുള്ള പ്രോജക്റ്റിൽ ഒന്ന് സേവ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് നമ്മൾ ആ എടുത്ത വീഡിയോസൊക്കെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ചെറിയ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റോ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ VNൽ എങ്ങനെ വീഡിയോസ് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് നിങ്ങൾ എടുത്ത വീഡിയോസൊക്കെ കൂടെ ഒരു മിനിറ്റിൻ്റെ വീഡിയോ ആക്കി നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റുമെന്നുള്ളത് VNൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരു 15 മിനിറ്റൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നോ റിലേറ്റഡ് പ്ലാറ്റ്ഫോമിൽ നിന്നോ ഈസിലി പഠിക്കാം VN എന്നുള്ള പ്ലാറ്റ്ഫോം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത്. വളരെ സിമ്പിളാണ്, വളരെ മിനിമലാണ്. ആ കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരു 40 സെക്കൻഡ്സ് 45 സെക്കൻഡ്സ് ഒരു 50 സെക്കൻഡ്സിൻ്റെയൊക്കെ വീഡിയോയിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഈ വീഡിയോയിലേക്ക് നമുക്ക് വോയിസ് ഓവറും VN എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. താഴത്ത് മൈക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ VN എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വോയിസ് ഓവർ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് വോയിസ് റെക്കോർഡർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് അതിനൊരു വോയിസ് ഓവർ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡോട്ട് ഡിജിറ്റൽ അക്കാഡമിയുടെ പാർട്ടായിട്ട് ഇന്ന് ഡ്രീം 10ൻ്റെ പാർട്ടായി ഞാൻ ആദ്യത്തെ ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് ഹിസ് നെയിം ഇസ് ഷാദ്. ഷാദ് ആക്ച്വലി ഒരു മാർക്കറ്ററാണ്, ഡോട്ട് ഡിജിറ്റൽ അക്കാഡമിയുടെ CGO ആണ്. സോ ഷാദിനെ ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ഷാദിനെ മീറ്റ് ചെയ്ത് സംസാരിച്ച് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഡൊമൈനെ കുറിച്ച് എനിക്ക് ഒരുപാട് പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. ആൻഡ് മീറ്റ് ചെയ്ത് കണ്ട് അവിടെ ഉണ്ടായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ വോയിസ് ഓവറിൽ ആഡ് ചെയ്യുന്നു. മോർ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങളുടേതായിട്ടുള്ള അപ്രോച്ചിൽ ഒരു വോയിസ് നോട്ട്, ഒരു 50 സെക്കൻഡ് വോയിസ് നോട്ട് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് നിങ്ങൾ പുറത്തിറക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരാളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെക്കുറിച്ചിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്ത് നിങ്ങളുടെ ജേണിയൊക്കെ എടുത്ത് സിംപ്ലി നിങ്ങൾ അവിടെ പോയിട്ടുള്ള ആ ഒരു ജേണീനെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റി. VN എന്നുള്ള ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റിങ്ങിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി. ആ ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ എൻഡ് ടു എൻഡ് പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വോയിസ് ഓവർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊന്ന് സ്ക്രിപ്റ്റ് ചെയ്യാം, സ്ക്രിപ്റ്റ് ചെയ്ത് എഴുതാം എന്താണ് ഞാൻ ആക്ച്വലി ഒരു വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി പോകണമെന്നുള്ളത്. ആ സ്ക്രിപ്റ്റിനെ നിങ്ങൾക്ക് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ഈസി ആൻഡ് കൺവീനിയൻറ്റ് പ്രോസസ്സാണ്. സോ ആ ഒരു എൻഡ് ടു എൻഡ് കോണ്ടന്റ് ക്രിയേഷനിലേക്കുള്ള ഒരു ബേസ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കിട്ടി. ഇങ്ങനെ നിങ്ങളൊരു 10 വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് കോണ്ടന്റ് ക്രിയേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ആസ്പെക്റ്റിലേക്കും നിങ്ങൾ വീഡിയോസ് എടുക്കുന്നുണ്ട്, നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ആസ്പെക്ട്സിലേക്കൊക്കെ നിങ്ങൾക്കൊരു ഇൻട്രോ കിട്ടൂലേ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ ഡ്രീം 10 എന്നുള്ള പ്രോജക്റ്റിൽ. ബിക്കോസ് ദിസ് ഇസ് ദ വൺ നിങ്ങൾക്ക് ആ കോണ്ടന്റ് ക്രിയേഷൻ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. ഇതിൽ വൺ ഓഫ് ദ മേജർ ഡൊമൈൻ തന്നെയാണ് കോണ്ടന്റ് ക്രിയേഷൻ. ആ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾ മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. യു ക്യാൻ ഐദർ യൂസ് യുവർ പബ്ലിക് പ്രൊഫൈൽ ഓർ യുവർ പേഴ്സണൽ പ്രൊഫൈൽ. നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിക് ആയിട്ട് വെക്കുകയും ചെയ്യാം. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളതിനനുസരിച്ചിട്ടാണ്. ബട്ട് വി പേഴ്സണലി ഡോട്ട് ഡിജിറ്റൽ അക്കാഡമി ഷാദ് എന്നുള്ള പേഴ്സൺ ഓർ ഡോട്ട് ഡിജിറ്റൽ അക്കാഡമി സജസ്റ്റ് ചെയ്യുന്നത് ഇതൊരു പബ്ലിക് പ്രൊഫൈലാക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് നിങ്ങൾക്ക് അതൊരു ജേർണി ഡോക്യുമെൻറ്റേഷൻ ആവും. അത് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിനെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് അവിടെ ബ്രാൻഡ് ചെയ്യാനായിട്ട്, പൊസിഷൻ ചെയ്യാനായിട്ട്, നിങ്ങൾ ആസ് എ മാർക്കറ്റേഴ്സൊക്കെ പുറത്തേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഇത്ര പേരെ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോസ് ഹെൽപ്പ് ചെയ്യും. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് പബ്ലിക് പ്രൊഫൈൽസ് തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒരു പബ്ലിക് പ്രൊഫൈലാക്കുക. ജസ്റ്റ് നോർമലി എല്ലാ ആൾക്കാർക്കും അറിയണമാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നോർമലി ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രിയേറ്റർ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് അക്കൗണ്ടിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ക്രിയേറ്റർ പേജ് അക്കൗണ്ടിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് റീൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നോ വറീസ്. ജസ്റ്റ് നിങ്ങളൊരു റീല് പബ്ലിഷ് ചെയ്യുന്ന മോഡിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. മേക്ക് ഷുവർ നിങ്ങൾ നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്, ഡ്രീം 10ൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. സോ ദാറ്റ് നിങ്ങൾക്ക് അതിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടും. ഓർ നിങ്ങൾ പബ്ലിക് പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ എവിടെ എത്തി, എങ്ങനെ ആളുകളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ലിങ്ക്ഡ്ഇൻ, കമ്മ്യൂണിറ്റി മീറ്റപ്സ്, വീഡിയോ ക്രിയേഷൻ, ഇതൊക്കെ വഴി ആളുകളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവരെക്കുറിച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, വീഡിയോ എങ്ങനെയൊക്കെ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ആളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
എന്ത് കോൺവെർസേഷൻ നിങ്ങൾ നടത്തും എന്നുള്ളത്. അതിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇയാളോട് ഞാൻ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഞാനൊരു പാഷനേറ്റ് ഒബ്സെസീവ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് ആൾക്ക് തോന്നണം. അല്ലെങ്കിൽ ആക്ച്വലി ആണെന്നുണ്ടെങ്കിലും അതവിടെ കൺവേ ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇയാളുടെ ജേർണീനെ കുറിച്ച് ചോദിക്കാം, ഇയാൾ എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തി എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കാം. മേ ബി ഒരു 3 മേജർ ലെസൺസ് ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച്, ഈ ഒരു ഫീൽഡിനെ കുറിച്ച് എന്തൊക്കെയാണ് 3 മേജർ ലെസൺസ്. നിങ്ങളുടെ ഫ്രം സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള കടന്നു വന്നിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. അതിൽ ഏതൊക്കെ മിസ്റ്റേക്സ് തിരുത്തിക്കൊണ്ടായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ടോപ്പ് നോച്ച് അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുള്ളത് ഈ ആളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബിക്കോസ് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കോൺഫിഡൻ്റ്ലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, കോൺഫിഡൻസ് എന്നുള്ളത് കോൺഫിഡൻ്റ്ലി സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് സോഫ്റ്റ് സ്കിൽ തന്നെയാണ്, അല്ലെങ്കിൽ നിർബന്ധമായ സോഫ്റ്റ് സ്കിൽ തന്നെയാണ്. സോ കോൺഫിഡൻ്റ്ലി നിങ്ങൾക്ക് ആളോട് ചോദിക്കാൻ വേണ്ടി പറ്റും, സംസാരിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ആ ഒരു സ്കില്ലും കൂടി നിങ്ങൾക്ക് അതിൻ്റെ പാർട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങൾ ആസ് മാർക്കറ്റേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റേഴ്സ് തന്നെയാണ് ഓഫ് കോഴ്സ്, ആ ആളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ പ്ലേസ് ചെയ്യാനും നിങ്ങളെ പൊസിഷൻ ചെയ്യാനും നിങ്ങളെ ആസ് എ പേഴ്സൺ പൊസിഷൻ ചെയ്യാനും വേണ്ടി പറ്റും. ആൻഡ് ആ സർഫേസ് ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് അടിപൊളി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ടുള്ള കാര്യം തന്നെയല്ലേ. സോ ഫ്രം നിങ്ങൾ എങ്ങനെ നെറ്റ്വർക്കിംഗ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ആളുകളെ കണ്ടെത്തണം, ആൻഡ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടി പറ്റും കേട്ടോ. അവിടുന്ന് നിങ്ങൾ എങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം, ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എഡിറ്റിംഗ്, ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യണം. മേ ബി കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോയിട്ടുള്ള ആളാണെങ്കിൽ മേ ബി ക്യാപ്കട്ടോ പ്രീമിയർ പ്രോ നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ പബ്ലിഷ് ചെയ്യണം, പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് സ്ലൈറ്റ്ലി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ ഈ ആളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. ആൻഡ് ഈ ഡ്രീം 10 എന്നുള്ള പ്രോജക്റ്റ് ഏറ്റവും അടിപൊളിയായിട്ട് പ്രോപ്പർലി നിങ്ങൾക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള എൻഡ് ടു എൻഡ് കാര്യങ്ങൾ ഓഫ് കോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ മേക്ക് ഷുവർ നിങ്ങളുടേതായിട്ടുള്ള വളരെ വളരെ സിമ്പിളായിട്ട് ഈ എൻറ്റയർ പ്രോജക്റ്റിനെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു 10 പേരെ നമ്മൾ മീറ്റ് ചെയ്യുന്നു, അവരോട് നമ്മൾ സംസാരിക്കുന്നു, അവരുടെ അടുത്തുള്ള ഇൻസൈറ്റ്സ് നമ്മൾ എടുക്കുന്നു, അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കുന്നു, അവരുടെ ജേർണി നമ്മൾ മനസ്സിലാക്കുന്നു, അതിൽ നിന്ന് നമ്മൾ മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. ആൻഡ് അതിനെക്കുറിച്ച് അടിപൊളിയായിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. അത് നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിനെ, നമ്മുടെ കോണ്ടന്റ് ക്രിയേഷൻ സ്കിൽ സെറ്റ്സിനെ, നമ്മുടെ ആസ് മാർക്കറ്റേഴ്സുള്ള സ്കിൽ സെറ്റ്സിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ അതിനെ നമ്മളൊരു വീഡിയോ ആക്കി മാറ്റുന്നു. ആ വീഡിയോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഡ്രീം 10 എന്നുള്ള പ്രോജക്റ്റ്. മേക്ക് ഷുവർ നിങ്ങൾ കിട്ടിലനായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫയർ ഉണ്ടാവും, അത് എൻഡ് ചെയ്യുന്നത് വരെ 10 ആളുകളെ മീറ്റ് ചെയ്യുന്നത് വരെ ആ ഫയർ നിങ്ങൾ കീപ്പപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ പ്രോഗ്രാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഈ പ്രോജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് എന്നുള്ളത്. എക്സ്ട്രീംലി എക്സൈറ്റഡ് ആണ്. .in മാനേജ്മെൻറ്റ് കംപ്ലീറ്റ്ലി എക്സൈറ്റഡ് ആണ് ഇങ്ങനൊരു പ്രോജക്റ്റ് നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണത്. അഫ്കോഴ്സ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസിൽ, സ്റ്റുഡൻറ്റിൻ്റെ ക്വാളിറ്റിയിൽ, നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിയിൽ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് കൊണ്ടുവരുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ മേക്ക് ഷുവർ നിങ്ങളിത് പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നല്ല മാർക്കറ്റേഴ്സായിട്ട് വരാനുള്ള ഒരു ചാൻസും നിങ്ങൾ മിക്സ് ചെയ്യരുത്. ബിക്കോസ് നിങ്ങളിതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇനി ഇത് ഏറ്റവും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ് പുറത്ത് വരേണ്ടത്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഏറ്റവും അടിപൊളിയായിട്ട് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഫ്രം .in ഡിജിറ്റൽ അക്കാഡമി.